നമസ്കാരം. അടുത്തിടയിൽ അബുദാബിയിൽ ഒരു കാട് വെക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അല്പം വ്യത്യസ്തമായ കൃഷി രീതികളും കാട് വയ്ക്കുന്നതിൻ്റെ വിവിധ വശങ്ങളും പ്രകൃതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതാണ് ഈ ചാനൽ പൊതുവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ ഔഷധം പോലെയുള്ള ചില കാര്യങ്ങളും ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഈ ചാനലിലെ വരുന്ന വീഡിയോകൾക്ക് പൊതുവെ കാഴ്ചക്കാർ കുറവായിരിക്കും, കാരണം ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ള ആളുകൾ കുറവാണ്. അപ്പോൾ ഈ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾക്കറിയാവുന്ന മറ്റ് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് മുൻകൈ എടുക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഈ അബുദാബിയിൽ ഞാൻ പോയത് ഒരു ഫാമിൽ കാട് വെക്കാനായിട്ടാണ്. അതായത് വലിയൊരു ഫാമാണ്, ഏകദേശം 5 ഏക്കറോളം വിസ്തീർണമുള്ളൊരു ഫാമാണ്. ഈ ഫാമിൻ്റെ പല ഭാഗത്തും അവർ പലതരത്തിലുള്ള കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈന്തപ്പനയുടെ കൃഷിയാണ്. അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മുടെ ഈ കഴിക്കുന്ന ഈന്തപ്പന ഈന്തപ്പഴം നമ്മൾ കഴിക്കുമല്ലോ, അതിൻ്റെ പനയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പന വെക്കുന്നതിന് ഒരുപാട് രീതികളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചെത്തുകാർ കള്ള് ചെത്തുന്നത് പോലെ രാവിലെ ആളുകൾ അവിടെ ചെന്ന് അതിൻ്റെ ഈ ജോലിക്കാർ അതിൻ്റെ പൂങ്കുല ചെത്തിയെടുത്ത് അതിനെ പ്രത്യേകമായിട്ട് പോളിനേഷൻ നടത്താൻ ഉണക്കിയെടുത്ത് പൂവിൽ തട്ടി കൊടുക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറമെ അവിടെ ഈ പോളി ഹൗസിൽ, സാധാരണത്തിൽ പോളി ഹൗസുകളിൽ ട്രേയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ചട്ടികളിലോ ഒക്കെയാണ് ചെടികൾ നടാറുള്ളത്, പ്രത്യേകം മീഡിയമൊക്കെ ഉപയോഗിച്ചാണ്. ഇവിടെ മണ്ണിൽ തന്നെയാണ് ചെടികൾ നട്ടിരിക്കുന്നതെന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന KT ബർഗർ എന്ന ഒരു അമേരിക്കൻ വനിതയാണ്. അവർ സ്പെയിനിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ അഗ്രോ ഫോറസ്ട്രിയിൽ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി അവരുടെ വിഷയം പൊളിറ്റിക്കൽ സയൻസോ മറ്റോ ആയിരുന്നു. കുറേ കാലം മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ശരിക്കും സ്പെയിനിലും അവർ വലിയൊരു ഫാം നടത്തുന്നുണ്ട്. ഈ ഫാമിങ്ങിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. കൃഷിയും മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകളെ ബോധവാന്മാർക്കാണ് അവർ ചെയ്യുന്നത്. Coming back here for planting the Miyawaki forest, I had the honor of being hosted at the Miyawaki Nature Lab in Trivandrum, Kerala, where I was learning with Mr. Hari about the magic of Miyawaki forest and generally the various different ways of implementing this method. It's on the one hand a very scientific method, but it also gives a lot of agency to the natural process itself, and it sort of acknowledges the limitation of human knowledge by creating the right conditions for the forest to self-design and self-implement. ഈ ഫാമിൻ്റെ പ്രത്യേകത, അവർ ഈ ഫാമിൽ ചെയ്യാവുന്നത്, ഇത് മഹ എന്ന പേരുള്ള ഒരു എന്ന പേരുള്ള ഒരു അറബി ലേഡിയുടെ ആണ് ഈ ഫാം. Very successful farms have good amount of biomass that can be reused into the farming. The problem with the UAE is we don't really have necessarily a lot of biomass, so we end up importing cocoa peat, importing a lot of organic materials to then use in the farm. Another point for creating a forest is that it will create for me a source of biomass that's local, using kind of local trees. We can stop relying on really importing things like wood chips and other materials. അപ്പോൾ അവർ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാട് ഇതിനിടയിൽ വെച്ചു പിടിപ്പിക്കുമ്പോൾ ഈ ഫാമിൽ പല ഭാഗത്തായിട്ട് നമ്മുടെ പറമ്പിൽ സർപ്പക്കാവ് നിൽക്കുന്നത് പോലെ ഈ മണലാരണ്യത്തിലെ ഫാമിൻ്റെ പല മൂലയിലായിട്ട് ചെറിയ ചെറിയ കാടുകൾ, മിയാവാക്കി വനങ്ങൾ വെച്ചു പിടിപ്പിക്കുമ്പോൾ മണ്ണിൻ്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസം വരും. അത് അവരവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയെയും നല്ല രീതിയിൽ പോഷകമൂല്യമുള്ളതാക്കാൻ സഹായിക്കും എന്നുള്ള ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെള്ളം കിട്ടാനൊക്കെ വലിയ പാടാണെങ്കിലും കിട്ടും. അതുപോലെ തന്നെ കറണ്ടും മറ്റും എനിക്ക് തോന്നുന്ന പ്രദേശവാസികൾക്ക് ഒരുപാട് സൗജന്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചാണ് അവർ ഈ ഫാം നടത്തുന്നത്. അപ്പോൾ ഈ പോളി ഹൗസിൽ കൃത്യമായിട്ട് ഹ്യൂമിഡിറ്റിയും താപനിലയും ഹ്യൂമിഡിറ്റിയും ഒക്കെ നിയന്ത്രിതമാണ്. അവിടെ തക്കാളി, ചീര, ലെറ്റ്യൂസ്, കോളിഫ്ലവർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളരുന്നുണ്ട്. ഇത് തന്നെ പുറത്തും നട്ടിട്ടുണ്ട്. പുറത്തും വലിയ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. അപ്പോൾ പുറത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടുത്തെ ഒരു ടെമ്പറേച്ചർ നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ 40-42 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. അത്രയൊക്കെ ടെമ്പറേച്ചർ ഇപ്പോൾ അവിടെ ഉള്ളൂ. എന്നാൽ അവിടെ നല്ല വേനലാകുമ്പോൾ 48 ഡിഗ്രി വരെ പോകും. ആ സമയത്ത് ഇവർക്ക് ഇവിടെ കൃഷി നടക്കുമെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ 3 ചെറിയ ഫോറസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഒരെണ്ണത്തിന് 150 സ്ക്വയർ മീറ്ററാണ് വീതി, ഒരെണ്ണം 120 സ്ക്വയർ മീറ്ററാണ്, ഒരെണ്ണം 75 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ 175 195 150 350 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം
9 സെൻറ്റ് ആണ് ഇപ്പോൾ കാടാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിന് അവിടെ കാട് വെക്കുന്നതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ മണ്ണിൽ ഇടുന്ന മെറ്റീരിയലുകൾക്കൊക്കെ നല്ല വിലയാണ്. ഇവിടെ നമ്മൾക്ക് ഓർഗാനിക് വലിയ വിലയില്ലാതെ കിട്ടുന്ന സാധനങ്ങൾ അവിടെ വാങ്ങിക്കുമ്പോൾ നല്ല വില വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പനിയോല പോലെ നമ്മളവിടെ ഉള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കി, മൾച്ചിങ്ങിനും മറ്റും വെള്ളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആദ്യത്തെ ഘട്ടത്തിൽ ഈ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഫാം നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ ധാരാളമായിട്ട് ഓർഗാനിക് മെറ്റീരിയൽ ചേർക്കുകയുണ്ടായി. ചേർത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗുണമുള്ളത്, ഇവിടെ നമ്മൾ എല്ലാം ഒരേ തരത്തിലുള്ള ചെടികളാണ് വെക്കുന്നത്. അവിടെ ഞങ്ങളൊരു വ്യത്യാസം എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് വളർന്ന ചെടികൾ ഒരു സൈഡിൽ വെച്ച് പിടിപ്പിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ചെടികളും ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ചെടികളെല്ലാം പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് വലിയ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് താഴോട്ട് പോകും. അത് മറ്റേ വളർന്നു വരുന്ന ചെടികൾക്കും സഹായകരമാകും. എന്ന് മാത്രമല്ല, ഈ വലിയ ചെടികൾ ഇരിക്കുന്നത് ഒരു 10 അടി പൊക്കമുള്ള ചെടികളാണ് പലതും. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ താഴെ 3-2 അടി പൊക്കമുള്ള ചെടികൾക്ക് തൽക്കാലം തടസ്സമാവില്ല. ആ തരത്തിലാണ് അത് നിൽക്കുന്നത്. ഇനി കൂടുതൽ വളരുന്ന സമയത്ത് അതിൻ്റെ ചില്ലുകളും മറ്റും വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഇത് മരുഭൂമിയാണെങ്കിലും ഇതിന് ചുറ്റും ധാരാളം തോട്ടങ്ങളും ഫാം ഹൗസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട്. ഈ പക്ഷികളെ രാവിലെ കാണുന്നതിന് ഒരു രസമാണ്. ഇവർ ചില പ്രത്യേക തരത്തിലുള്ള ഇറിഗേഷൻ സംവിധാനങ്ങൾ, സ്പ്രിംഗ്ലറും അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പക്ഷികൾ കൊത്തി തിന്നുന്നത് വലിയൊരു പ്രശ്നമാണ്. അവിടെ ഈ പച്ചക്കറികൾ തിന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി പുതിയ തൈകൾ വരുമ്പോൾ, പഴയതിപ്പോൾ എന്തായാലും തിന്നട്ടെ, വളർന്ന തൈകൾ തിന്നട്ടെ എന്നുള്ളതാണ്. പക്ഷേ പുതിയ തൈകൾ വരുമ്പോൾ അത് പ്രത്യേകം ഒരു തുണി ഉപയോഗിച്ചവർ മൂടി വെക്കുന്നുണ്ട്. ആ തുണിയാണെങ്കിലും അതിലൂടെ അത്യാവശ്യം വെളിച്ചവും കാറ്റുമൊക്കെ ചെടികൾക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് അത് തുറന്ന് നോക്കി ഇതിൻ്റെ വളർച്ച അവർ ദിവസവും വിലയിരുത്തുന്നുണ്ട്, എന്നിട്ട് ഇത് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഈ ഫാം ഹൗസുകളിലൊക്കെ നമ്മൾ പോളി ഹൗസിൽ നിലം തൊടാതെ സാധനങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ അതിന് മൈക്രോ ന്യൂട്രിയൻ വാല്യൂ വളരെ കുറവായിരിക്കാനാണ് സാധ്യത. കാരണം എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഒരിക്കലും കൊടുക്കാനൊക്കില്ല. അത്ര അധികം മൈക്രോ ന്യൂട്രിയൻസ് മണ്ണിലുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തു വളർത്തുന്നതിന് ചില പരിമിതികളുണ്ട്. അപ്പോൾ ഈ മാർഗത്തിൽ മണ്ണിൽ തന്നെ ഇവ നടുകയും അതേസമയം അന്തരീക്ഷം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പുകളിൽ ചെറിയ കാടുകൾ വെച്ച് പിടിപ്പിക്കുകയും മൈക്രോ ഫോറസ്റ്റുകൾ ഉണ്ടാക്കുകയും ആ മൈക്രോ ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതോടെ മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മാതൃകയും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായി പങ്കുവെക്കാൻ കൂടി അഭ്യർത്ഥിക്കുന്നു.